നമസ്കാരം. യൂണിവേഴ്സിറ്റി LGS എക്സാമിന്റെ ഡേ 6 100 ക്വസ്റ്റ്യൻ പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനം. 1907 സൂററ്റ് സമ്മേളനം. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. മൂന്നാമത്തെ ചോദ്യം, പാലിയൻ സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി MG വേലായുധൻ. പാലിയൻ സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ് MG വേലായുധൻ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. അഞ്ചാമത്തെ ചോദ്യം, മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ സോപാന സംഗീതത്തിന്റെ പ്രധാന വക്താവ് ഞേരളത്തെ രാമപൊതുവാൾ. ഏഴാമത്തെ ചോദ്യം, കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. എട്ടാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിലെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. ഒമ്പതാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് അത്ലറ്റിക്സിലെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷ. ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. പത്താമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി ആരംഭിച്ചത് 1947 ജൂൺ 3. ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി ആരംഭിച്ചത് 1947 ജൂൺ 3. 11ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതിനെയാണ് യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. 12ാമത്തെ ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ പാരാതെർമോണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോണ്. 13ാമത്തെ ചോദ്യം, സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 14ാമത്തെ ചോദ്യം, ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജം. 15ാമത്തെ ചോദ്യം, ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. 16ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. 17ാമത്തെ ചോദ്യം, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ. 18ാമത്തെ ചോദ്യം, പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. 19ാമത്തെ ചോദ്യം, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. 20ാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിൽ നിന്നുമാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നും. 21ാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ കണ്ടുവരുന്ന ഇന്ധന ധാതു നിക്ഷേപം ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. 22ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. ഇടുക്കി ജില്ലയിലാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. 23ാമത്തെ ചോദ്യം, മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെ കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതി കയ്യൂരും കരിവെള്ളൂരും. 24ാമത്തെ ചോദ്യം, 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. 25ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി പട്ടാഭി സീതാരാമയ്യ. 26ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. 27ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രമാണ് ഹെമിസ് നാഷണൽ പാർക്ക്. 28ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. 29ാമത്തെ ചോദ്യം, ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ അറിയപ്പെടുന്നത് സിവാലിക് പർവ്വത നിരകളാണ്.
ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക്. 30ാമത്തെ ചോദ്യം, കേശികത്വത്തിന് ഉദാഹരണങ്ങൾ. വിളക്ക് തിരി എണ്ണയെ വലിച്ചെടുക്കുന്നു, ചുമലുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നു, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്, ഒപ്പുകടലാസ് മഷി വലിച്ചെടുക്കുന്നത്. കേശികത്വത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വിളക്ക് തിരി എണ്ണയെ വലിച്ചെടുക്കുന്നത്, ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത്, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്, ഒപ്പുകടലാസ് മഷി വലിച്ചെടുക്കുന്നത്. 31ാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി. ബിറ്റുമിനസ് കോളാണ് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി. 32ാമത്തെ ചോദ്യം, സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും കാണാവുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സിറിയസ്. 33ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്. 34ാമത്തെ ചോദ്യം, ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബത്തോലിറ്റ്സ്, ഡൈറ്റ്സ് ഇവയെല്ലാം ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. 35ാമത്തെ ചോദ്യം, അലർജിക്കെതിരായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളാണ് ആന്റി ഹിസ്റ്റാമിൻ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം. ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം. 36ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് 1955. 37ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഭാഗം 2. 38ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പത്രം പ്രസിദ്ധീകരണം തുടങ്ങിയത് 1905 ജനുവരി 19 തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം തുടങ്ങിയത്. 39ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ്? CP ഗോവിന്ദപിള്ള. 40ാമത്തെ ചോദ്യം, എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 41ാമത്തെ ചോദ്യം, വാഴത്തട വിപ്ലവം ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ടതാണ് വാഴത്തട വിപ്ലവം. 42ാമത്തെ ചോദ്യം, ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം പൊന്നാനി. 43ാമത്തെ ചോദ്യം, ഒരു പ്രത്യേക സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല. 2006 വന്നത്. ഇടുക്കി ജില്ലയിലാണ് കുറിഞ്ഞിമല സ്ഥിതി ചെയ്യുന്നത്. 44ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യ സ്ഥിരം ലോക് അദാലത്ത് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ്. 45ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും ജനസേന്ദ്രതയേറിയ ദ്വീപ് വൈപ്പിൻ ദ്വീപ്. 46ാമത്തെ ചോദ്യം, മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം 1955. 47ാമത്തെ ചോദ്യം, പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന നദി മണലി നദി. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. 49ാമത്തെ ചോദ്യം, KSRTC നിലവിൽ വന്ന വർഷം. കേരളത്തിൽ KSRTC നിലവിൽ വന്ന വർഷം 1965. 50ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത NH 544, പഴയ പേര് NH 47. 51ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. 52ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 53ാമത്തെ ചോദ്യം, പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഗ്രാമസഭ. 54ാമത്തെ ചോദ്യം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അടുത്തത് കേരളത്തിലെ ചുരങ്ങൾ നോക്കാം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. താമരശ്ശേരി ചുരം കോഴിക്കോടും മൈസൂരിനെയുമാണ് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂർ, ചെങ്കോട്ട എന്നീ സ്ഥലങ്ങളെയാണ്. പുനലൂരിനെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരം. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടി, മൈസൂർ എന്നീ സ്ഥലങ്ങളെയാണ്. പേരമ്പാടി ചുരം കണ്ണൂർ ഓർ കൂർഗ്
പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് പേരമ്പാടി ചുരം. പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നത് പാൽ ചുരം. ബോഡി നായക്കനൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിനെയും മധുരയാണ്. ഇടുക്കി, മധുരൈ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായക്കനൂർ ചുരം. ആലുവാമൊഴി ചുരം തിരുവനന്തപുരം, തിരുനെൽവേലി സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ആലുവാമൊഴി ചുരം. തിരുവനന്തപുരം, തിരുനെൽവേലി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ആലുവാമൊഴി ചുരമാണ്. നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് നിലമ്പൂർ ടു ഗൂഡല്ലൂർ. നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് നിലമ്പൂരിനെ ഗൂഡല്ലൂർ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് നാടുകാണി ചുരം. കമ്പൻ ചുരം ബന്ധിപ്പിക്കുന്നത് തൊടുപുഴയും തേനി എന്നീ സ്ഥലങ്ങളെയാണ്. കമ്പൻ ചുരം ബന്ധിപ്പിക്കുന്നത് തൊടുപുഴ, തേനി എന്നീ സ്ഥലങ്ങളെയാണ്. അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിന്റെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി. നദികളും ഉത്ഭവങ്ങളും പതനസ്ഥാനവും. നദികള് പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പതനം വേമ്പനാട്ട് കായലിലാണ്. പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മലയിലും പതനം വേമ്പനാട്ട് കായലും. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ്. പതനം അറബിക്കടലിലാണ്. പമ്പയുടെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്നു. ചാലിയാറ് വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു. ചാലിയാറ് വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു. ചാലക്കുടി പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവം. പതനം പെരിയാറാണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ്. ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവം ആനമലയും പതനം പെരിയാറുമാണ്. നെയ്യാറ് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ്. പതനം അറബിക്കടലിലാണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബാലൈപ്പൂണി കുന്നുകളിൽ നിന്നാണ്. പതനം ഉപ്പള കായല്. മയ്യഴി പുഴയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ്. പതനം അറബിക്കടലിലാണ്. കബനി നദിയുടെ ഉത്ഭവം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലെ കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നു. കർണാടകയിലെ കാവേരി നദിയിലാണ് കബനി ചെന്ന് പതിക്കുന്നത്. ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്നാണ്. പതനം തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നു. പാമ്പാറിന്റെ ഉത്ഭവം ബെന്മൂർ കുന്നുകള്. പതനം തമിഴ്നാട്ടിലെ കാവേരി നദിയാണ്. അടുത്തത് ജീവകങ്ങളും രാസനാമങ്ങളും. ജീവകം എ റെറ്റിനോള്, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ്, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകോബാലമിൻ, ജീവകം സി അസ്കോർബിക് ആസിഡ്, ജീവകം ഡി കാൽസിഫെറോള്, ജീവകം ഇ ടോക്കോഫെറോള്, ജീവകം കെ ഫില്ലോക്വിനോൺ. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.